എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ഗുജറാത്തി ഡിഷായാലോ, ദാൽ ഡോക്ലി. വളരെ ടേസ്റ്റിയാ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പരിപ്പ് ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് 1 മണിക്കൂർ കുതിരാൻ വെക്കാം. കാരണം തോരൻ പരിപ്പ് എന്തിനാണ് 1 മണിക്കൂറെല്ലാം കുതിരുന്ന, കുക്കറിലിടുമോ എന്ന് ചോദിക്കാം. പക്ഷെ നല്ലോണം വെന്ത് ഇത് നല്ല വെള്ളം പോലെ ആയി കിട്ടണം. അതുകൊണ്ട് ഞാനിപ്പോൾ 1 മണിക്കൂർ കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പം അത് കുതിർന്ന് വന്നാൽ നമുക്കത് വേവിക്കണം. അപ്പോൾ ഇത് 1 മണിക്കൂറാവും കേട്ടോ. 1 മണിക്കൂർ എടുക്കട്ടെ. 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണേ. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വെന്തോട്ടെ. 4 വിസിൽ വരുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് കലങ്ങിക്കോളും. ഇനി അതിന് ശേഷം നമുക്ക് ഒരു കിണ്ണ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എണ്ണ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ പദത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. മുളക് പൊടി കുറച്ചുകൂടി ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം ചപ്പാത്തി മാവിൻ്റെ പദത്തിലാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളെ പരിപ്പ് വിസിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ എന്തായി നോക്കാം. കണ്ടില്ലേ, നല്ലോണം ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെയും 2 കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും. പിന്നെ ചേർത്ത് കൊടുക്കുന്ന 2 ടീസ്പൂൺ വെല്ലം, പിന്നെ 1 തക്കാളി മുറിച്ചിട്ടതും, 2 ടേബിൾ സ്പൂൺ നിലക്കടലയും, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല, കാരണം 2-3 പാത്രം കഴുകണ്ടല്ലോ. അപ്പോൾ ഒറ്റ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന. കണ്ടില്ലേ, നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അടി പിടിച്ചോം പരിപ്പ. അപ്പോഴത്തേക്ക് നമ്മൾ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഒന്ന് നല്ലോണം പിന്നെയും ഒന്ന് കൂടി ഒന്ന് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റാം. ഇതിപ്പോൾ വലുത് ചെറുതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 6 ഉരുളകളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. 6-7 എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എടുക്കുക. അധികം കട്ടി വേണ്ട കേട്ടോ. എന്നാൽ തീരെ മെലിഞ്ഞും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മുറിച്ചിട്ടെടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിക്കാം. പക്ഷേ ഏകദേശം എല്ലാ പീസിനും ഒരേ വലിപ്പമായിരിക്കണം. കാരണം ഇത് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ഒന്നിന് വേവ് കൂടുതൽ, ഒന്ന് വേവ് കുറവ്, അങ്ങനെ ആയിപ്പോറ്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു പൊട്ടിയപ്പത്തിൻ്റെ ഒരു ഷേപ്പിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. എങ്ങനെ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചതുരത്തിൽ വേണേൽ അങ്ങനെ മുറിക്കാതൊന്നും പ്രശ്നമല്ല. പക്ഷേ വലിപ്പം മാത്രം ഏകദേശം ഒരുപോലെ ആയാൽ മതി. കണ്ടില്ല, ഇതുപോലെ. ബാക്കിയുള്ളത് പിന്നെയും നമ്മൾ പൊട്ടിയപ്പത്തിനെടുത്ത പോലെ അത് ബാക്കിയും പിന്നെയും പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ കണ്ടോ, നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മേലെ ഇടറ് ഒന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ട് കൊടുക്കും. അപ്പം ഇട്ട ഉടനെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. കണ്ടോ, ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഒരു ലെമൺ ജ്യൂസാണ്, അതും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു പുളിപ്പും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് താളിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഒരു കരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും, അതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഒരു കഷ്ണം പട്ടയും, ഒരു 1/2 ടീസ്പൂൺ ജീരകവും, 2-3 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നല്ലോണം പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 മുളകും കുറച്ച് കറിവേപ്പിലയും റെഡിയായാൽ അതൊന്ന്
നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ കുടുങ്ങിപ്പോണ്ട നിൽക്കണ്ട ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതും ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോഴത്തേക്ക് സ്റ്റൗ ഓഫാക്കി കളയാം. എന്നിട്ട് ആ പെരുങ്കായം ഇടാവും. എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി വേണ്ട. കുറച്ചുകൂടി വെള്ളത്തോടെയാണ് വേണ്ടത് കേട്ടോ. കുറച്ചുകൂടി വെള്ളത്തോടെ ആകുമ്പോൾ നല്ലത്. കുറച്ച് കഴിയുമ്പം പിന്നെ ഇതിങ്ങനെ വലിഞ്ഞ് പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈല്യൂട്ട് ആക്കണേ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി തിന്ന് തന്നെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.